Welcome to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് ടോപ്പിക്സ് ആണ്. പ്രീവിയസ് വീഡിയോയിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ കോൺജുഗേറ്റ്, മോഡുലസ് വാല്യൂ, ആർഗ്യൻ പ്ലെയിനിൽ പോയിന്റ് റെപ്രസെന്റേഷൻ അതെല്ലാം നമ്മൾ പ്രസന്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ബാക്കി പോയിന്റ്സ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. First one, argument of a complex number. എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ്? The angle made by the line joining point z to the origin with the positive direction of real axis is called the argument of the complex number. അതായത് ഇപ്പോൾ നമുക്ക് z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ that can be represented in terms of real part and imaginary part അല്ലെ, x plus iy ഇതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. x എന്താണ് റിയൽ പാർട്ട് ആണ്, y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ആണ്. അപ്പോൾ z എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് x plus iy. അങ്ങനെയാണെങ്കിൽ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ joining point z to the origin, ഇപ്പോൾ z എന്ന് പറയുന്ന പോയിന്റിനെ ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യുന്ന ആ ലൈൻ ഉണ്ടല്ലോ, അതും ഈ എക്സ് ആക്സിസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഓക്കെ, തീറ്റ, ദാറ്റ് ടു ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. It is denoted by the symbol argument of z, arg of z, or amplitude of z, അതായത് amp of z. And argument of z ന്റെ ഫോർമുല എന്താണ്? This is equal to theta is equal to tan inverse of y by x. അവിടെ y എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ടും x എന്ന് പറയുന്നത് റിയൽ പാർട്ടും. ഓക്കെ, ആ കോഎഫിഷ്യൻസ് ആണ്. ഇനി ആർഗ്യുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ആർഗ്യുമെന്റ് ഓഫ് z is not unique. ഓക്കെ, ജനറൽ വാല്യൂ ഓഫ് ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറയുന്നത് 2n pi plus theta ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി a purely real number is represented by a point on real axis. ഇപ്പോൾ പ്യൂർലി റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, ഇമാജിനറി പാർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ റിയൽ ആക്സിസിലായിരിക്കും ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യും. അതേപോലെ പ്യൂർലി ഇമാജിനറി നമ്പർ എങ്ങനെയായിരിക്കും? ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ പോയിന്റ് ഓൺ ദ ഇമാജിനറി ആക്സിസ്. റിയൽ പാർട്ട് 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെന്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആർഗ്യുമെന്റ് ടാൻ ഇൻവേഴ്സ് y by x ന്റെ പ്രിൻസിപ്പൽ വാല്യൂസ് നമുക്ക് ക്വാഡ്രന്റ് വൈസ് നമുക്ക് നോക്കാം. ഓരോ ക്വാഡ്രന്റിലും എങ്ങനെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്കറിയാം എക്സിന്റെ വൈയുടെ വാല്യൂസ് എന്താ? ബോത്ത് ആർ പോസിറ്റീവ് അല്ലെ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് y ഗ്രേറ്റർ ദാൻ 0. അവിടെ നമ്മുടെ ആർഗ്യുമെന്റ് ഓഫ് z ന്റെ വാല്യൂ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഓഫ് y by x. ഓക്കെ, now സെക്കൻഡ് ക്വാഡ്രന്റ് കേസ് വരുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ x നെഗറ്റീവ് ആണ്, ദാറ്റ് ഇസ് x is less than 0 and y is greater than 0, y പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് z ന്റെ വാല്യൂ തീറ്റ is pi minus of tan inverse y by x. ഓക്കെ, ഇപ്പോൾ ഈ വാല്യൂസ് പഠിച്ചിരിക്കണമെങ്കിൽ മാത്രമേ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഓരോ ഡിഫറെന്റ് കേസസ് ഡിപ്പെൻസ്, അതായത് ഓരോ ക്വാഡ്രന്റ് വൈസ് നമ്മുടെ എക്സിന്റെ വൈയുടെ വാല്യൂസ് അനുസരിച്ച് ഈ ആർഗ്യുമെന്റ് വാല്യൂ ചേഞ്ച് ചെയ്യും. സോ തേർഡ് ക്വാഡ്രന്റിൽ എങ്ങനെയാണ്? എക്സ് എന്ന് പറയുന്നതും രണ്ടും നെഗറ്റീവ് ആണ്. എക്സ് ആൻഡ് വൈ ബോത്ത് ആർ നെഗറ്റീവ്, ദാറ്റ് ഇസ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് വൈ ലെസ് ദാൻ 0. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് y by x. ലാസ്റ്റ് വൺ, ഫോർത്ത് ക്വാഡ്രന്റിൽ ബോത്ത് എന്താണ്? ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് വൈ ലെസ് ദാൻ 0, അതായത് എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താണ്? ആർഗ്യുമെന്റ് ഓഫ് z is മൈനസ് ടാൻ ഇൻവേഴ്സ് y by x. Next one, triangle inequality. Complex numbers triangle inequality എന്ന് പറയുന്നത്, suppose z1 and z2 let be two complex numbers, then modulus of z1 plus z2 is less than or equal to modulus z1 plus modulus z2. ഇതാണ് ജനറൽ ഫോമിൽ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റിക്ക് യൂസ് ചെയ്യാറ്. ഇതിന്റെ മീനിങ് എന്താ? ഒരിക്കലും, അതായത് geometrically it says that the length of any side of a triangle cannot be larger than the sum of lengths of other two sides. അല്ലെ, ഇപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു ലെങ്ത്, അതായത് ഒരു സൈഡിന്റെ ലെങ്ത് എന്നത് ഇറ്റ് cannot be greater than the sum of the lengths of the other two sides. ഓക്കെ, അപ്പൊ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ z1 z2 ന്റെ കേസ് പറഞ്ഞു. ജനറൽ കേസിൽ n കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ z1 z2 zn ആണ് n കോംപ്ലക്സ് നമ്പേഴ്സ് എങ്കിൽ modulus of z1 plus z2 plus etc zn will be less than or equal to modulus z1 plus modulus z2 plus etc modulus zn. Next one, polar representation of a complex number. The polar form of a complex number, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ ആർഗ്യൻ പ്ലെയിനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത് നമ്മൾ പഠിച്ചു. ഇനി പോളാർ ഫോമിൽ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക? പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ആണ് r ആൻഡ് തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ z എന്ന് പറയുന്നത് x plus iy ആണ് അല്ലെ, റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ടിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ. നൗ ഇൻ കേസ് ഓഫ് പോളാർ റെപ്രസെന്റേഷൻ z നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? r into cos theta plus i sin theta. അതായത് r ആൻഡ് തീറ്റ എന്ന് പറയുന്നതാണ് പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, വേറൊരു ഫോമിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, പക്ഷെ അവിടുത്തെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? r ഉം തീറ്റയാണ്. അപ്പൊ ഇൻ പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് വൈ പ്ലെയിനില് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ ആണ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന വാല്യൂ. സെഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എക്സ് പ്ലസ് ഐ വൈ, ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും. അപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒറിജിനൽ നിന്ന് ആ പോയിന്റ് സെഡ്
അതിലേക്ക് മീറ്റ് ചെയ്യുന്ന ലൈൻ. ഓക്കെ, അതാണ് അതിന്റെ ലെങ്ത് ആണ് r എന്ന് പറയുന്നത്. ആൻഡ് r എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനും വൈ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനും, ദെൻ r വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. r എന്താണ് ശരിക്കും ഒറിജിനൽ എന്ന പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്ന ലൈനിന്റെ ലെങ്ത്. അപ്പോൾ ഇവിടെ x y-നെ നമുക്ക് പോളർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x equal to r cos theta and y equal to r sin theta അല്ലെ? വേറെ r എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അത് ശരിക്കും എന്താ? മോഡുലസ് ഓഫ് z അല്ലേ? നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു മോഡുലസ് ഓഫ് z എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാരണം z എന്ന് പറയുന്നത് x പ്ലസ് i y ആണ്. സോ മോഡുലസ് z എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. Next one, Euler form of a complex number. Euler formula നമുക്ക് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യാം? e raised to I theta is equal to cos theta plus I sin theta and e raised to minus I theta. Suppose power is plus I theta എങ്കിൽ ഇവിടെ പ്ലസ് ആണ് വരിക, പവർ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ് വരിക. ദാറ്റ് ഈസ് cos theta minus I sin theta. ഇനി de Moivre's theorem പ്രകാരം നമുക്ക് e raised to I theta, ഇപ്പോൾ ഓയിലർ ഫോമിൽ നമ്മൾ പഠിച്ചില്ലേ, e raised to I theta പറയുന്നത് cos theta plus I sin theta ആണ് അല്ലെ? അപ്പൊ അതുപോലെ e raised to I theta whole raised to n അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? e raised to I n theta. നമുക്ക് ഈ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? e raised to I theta whole raised to n എന്ന് പറയുന്നത് e raised to I n theta ആണ്. ദാറ്റ് ഈസ് cos theta plus I sin theta whole raised to n. കാരണം e raised to I theta നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഓയിലർ ഫോമിൽ എന്താ പഠിച്ചത്? cos theta plus I sin theta ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, cos theta plus I sin theta whole raised to n. ഇനി ഇതിനെ de Moivre's theorem പ്രകാരം എങ്ങനെ എഴുതാൻ പറ്റും? cos n theta plus I sin n theta, where n എന്ന് പറയുന്നത് എന്താ? റാഷണൽ നമ്പർ ആണ്. ഓക്കെ, റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് റേഷ്യോ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നമ്പേഴ്സിന്, അതാണ് റാഷണൽ നമ്പർ. Now next one, square root of a complex number. The square root of a complex number is obtained in pairs. എപ്പോഴും നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കിട്ടുന്നത് പെയർസിലായിരിക്കും, പ്ലസ് ഓർ മൈനസ് വാല്യൂസിലായിരിക്കും. when we square these pairs, ഇനി ആ കിട്ടുന്ന പെയർസ്, ഓക്കെ, ആ കിട്ടുന്ന പെയർസിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പഴയ ആ ഒറിജിനൽ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും റിസൾട്ട് ആയിട്ട്. The formula to find the square root of the complex number is square root of x plus or minus iy is equal to plus or minus square root of modulus z plus x whole by 2 plus or minus I into modulus square root of modulus z minus x whole by 2. Okay, plus or minus values ആണ്, അപ്പോൾ pairs ആയിട്ടാണ് കിട്ടുക. where modulus z നമുക്കറിയാം square root of x square plus y square ആണ്, and y must be greater than 0. Okay. Next one, quadratic equationന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഒരു ജനറൽ ഫോർമുല ഫോർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ax² plus bx plus c is equal to 0. ഇതാണ് നമ്മൾ നോർമലി ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാറ്. ax² plus bx plus c is equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ x²ന്റെ കോഎഫിഷ്യന്റ് a, x-ന്റെ കോഎഫിഷ്യന്റ് b and the constant c is equal to 0. RHS 0 ആയിരിക്കും. ഈ ഒരു ജനറൽ ഫോർമുലയാണ് നമുക്ക് അങ്ങനെ ഇക്വേഷൻ തന്നിരിക്കണമെങ്കിൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇനി അതിന്റെ അതായത് ഈ a b c എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. a is not equal to 0. a 0 ആയിരിക്കാൻ പാടില്ല, ഈ ടേം 0 ആയിരിക്കാൻ പാടില്ല. ആൻഡ് x equal to, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ x എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൈനസ് b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഹോൾ ബൈ 2a. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി നമുക്ക് ഈ റൂട്ട്സ് ഡിഫറെന്റ് ടൈപ്സിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് വാല്യൂസ് വരുന്നത് നമുക്ക് നോക്കാം. First one, the values of the variable satisfying the given equation are called the roots of the equation. ഈ roots of the equation പറയുന്നത് എന്താ? ഇപ്പോൾ an equation, quadratic equation in terms of x, അതിൽ a b c റിയൽ നമ്പേഴ്സ് ആണ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x ന്റെ വാല്യൂസ് കിട്ടും. ആ കിട്ടുന്ന x ന്റെ വാല്യൂസിനെയാണ് നമ്മൾ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, now the quadratic equation ax² plus bx plus c is equal to 0 with real coefficients has two roots. അതായത് കോഎഫിഷ്യൻസ് റിയൽ ആണെങ്കിൽ, ആ a b c റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ രണ്ട് റൂട്ട്സ് ആണ് നോർമലി ഉണ്ടാവുക. ഏതൊക്കെയാണ്? മൈനസ് ബി, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ബൈ 2a അല്ലെ? ഇതാണ് റൂട്ട്സിന്റെ ജനറൽ ഫോർമുല. ഇനി ഈ റൂട്ടിന്റെ ഉള്ളിലത്തെ ആ ടേമിനെ നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി ഇസ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഡി എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഡി ബൈ 2a എന്ന് എഴുതി കൂടെ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് d by 2 into a. അതായത് രണ്ട് വാല്യൂസ് ഉണ്ടാവും, ഒന്ന് മൈനസ് ബി പ്ലസ് റൂട്ട് ഡി ബൈ 2aയും ഒന്ന് മൈനസ് ബി മൈനസ് റൂട്ട് ഡി ബൈ 2aയും. അപ്പൊ അതാണ് നമ്മുടെ രണ്ട് റൂട്ട്സ് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ. ഇനി ഈ ഡിയുടെ വാല്യൂ
ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ബട്ട് സപ്പോസ് d ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ ഡിഫറെന്റ് കേസസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ d ഈക്വൽ ടു 0 കിട്ടുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ റൂട്ട്സിന്റെ വാല്യൂ എന്തായിരിക്കും? d 0 ആണെങ്കിൽ ആ സെക്കൻഡ് ടേം റൂട്ട് എന്നുള്ള ടേം ക്യാൻസൽ ആയി പോകും. സോ -b/2a തന്നെയാണ്. -b പ്ലസ് ഓർ മൈനസ് എന്നുള്ള കേസ് വരുന്നില്ലല്ലോ. സോ രണ്ട് റൂട്ട്സും എന്തായിരിക്കും? -b/2a ആണ്. അതിന്റെ അർത്ഥം എന്താ? റൂട്ട്സ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഈക്വൽ ആണ്. ഓക്കെ, അതും വാല്യൂ എന്താണ്? -b/2a. നെക്സ്റ്റ് കേസ് d ഗ്രേറ്റർ ദാൻ 0. d ഗ്രേറ്റർ ദാൻ 0ല് രണ്ട് കേസ് വരുന്നുണ്ട്. ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടുന്നതും ഒന്ന് നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടുന്നതും. അതായത് ഈ പെർഫെക്റ്റ് സ്ക്വയർ പറയുന്നത് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ d എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് d എന്ന് പറയുന്നത് നമുക്ക് 16 ആണെങ്കിൽ നമുക്കറിയാം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ്. അതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, നമുക്ക് 3 കിട്ടും അല്ലെ. അതാണ് പെർഫെക്റ്റ് സ്ക്വയർ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ d മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ ആൻഡ് അൺഈക്വൽ ആണ്. അൺഈക്വൽ എന്ന് പറയുമ്പോൾ രണ്ട് റൂട്ട്സും ഡിഫറെന്റ് ആയിരിക്കും, റാഷണൽ ആയിരിക്കും. നമുക്കൊരു റേഷ്യോ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കേസ് d ഗ്രേറ്റർ ദാൻ 0 വരുന്ന സെക്കൻഡ് കേസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പോൾ പറഞ്ഞ പോലെ റൂട്ട് 5 റൂട്ട് 7 അങ്ങനെയൊക്കെ അതൊന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അങ്ങനെയാണെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇററാഷണൽ ആയിരിക്കും, റേഷ്യോ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അൺഈക്വൽ, ഡിഫറെന്റ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ d ലെസ് ദാൻ 0. ഇപ്പോൾ d ഈക്വൽ ടു 0 നമ്മൾ കേസ് പഠിച്ചു. d ഗ്രേറ്റർ ദാൻ 0 രണ്ട് ഡിഫറെന്റ് കേസസ് പഠിച്ചു. ഇനി d ലെസ് ദാൻ 0 റൂട്ട്സ് എന്തായിരിക്കും? കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും അല്ലെ. കോംപ്ലക്സ് പെയേഴ്സ് ആയിരിക്കും. ഒന്ന് പ്ലസും പിന്നെ അതർ വൺ മൈനസും. a പ്ലസ് ib a മൈനസ് ib എന്ന് പറയില്ല അതുപോലെ. ഇനി റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ്. ഇനി നമുക്ക് ഇപ്പോൾ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഡിഫറെന്റ് കേസസ് പറഞ്ഞു അല്ലെ. ഇനി അതും കോഎഫിഷ്യൻസ് പറയുന്നത് എന്താ? a b c ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻസ്. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ എന്താ നമുക്ക് നോക്കാം. സപ്പോസ് ആൽഫയും ബീറ്റയും നമ്മൾ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് -b/a ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് c/a ആയിരിക്കും. ഓക്കെ, ഈ റൂള് പഠിച്ചു വെക്കുക, നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇഫ് സപ്പോസ് a² + bx + c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ a not equal to 0, ഓക്കെ, എങ്കിൽ മാത്രമേ ക്വാഡ്രാറ്റിക് ആവുള്ളൂ. അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ആൻഡ് ബീറ്റ ആണെങ്കിൽ sum of the roots alpha plus beta is equal to -b/a. ഈ b and a എന്ന് പറയുന്നത് എന്താ? b എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x ഉം a എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x². അപ്പോൾ alpha plus beta will be -b/a and the product of the roots, that is alpha into beta, will be c/a. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, a എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x² ആണ്. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ്. Now next one, the quadratic equation whose roots are alpha and beta is given by. ഇപ്പോൾ സപ്പോസ് നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + bx + c = 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റ എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആൽഫ ബീറ്റ എന്ന് പറയുന്ന റൂട്ട്സ് ഉള്ള ഇക്വേഷൻ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? x² - alpha + beta into x + alpha beta is equal to 0. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താവും? ആൽഫ + ബീറ്റ സം ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് എന്തായിരിക്കും? ആൽഫ ബീറ്റ ആയിരിക്കും. ഇതായിരിക്കും ആൽഫയും ബീറ്റയും റൂട്ട്സ് ഉള്ള ഇക്വേഷനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.